Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Ready ആയോ എല്ലാവരും? ക്ലാസ്സിലേക്ക് റെഡി ആയോ? How is your classes? കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോയി? നന്നായിരുന്നോ? ഞാൻ കോൺഫിഡൻസ് കൊടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ക്ലാസ്സസ് ഒക്കെ എങ്ങനെ പോകുന്നു? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞിട്ട് പോയതുപോലെ തന്നെ ഉണ്ടോ? Good afternoon, ma'am. Yes, good afternoon. നല്ല ക്ലാസ് ആണ്. ടൈം ടേബിൾ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞാൻ പറയാം, ഇന്ന് തരാനായിട്ട് പറയാം കേട്ടോ. ഓക്കെ. ഇങ്ങനെയാണ്, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ എന്റെ ക്ലാസ് ഉള്ളൂ. ബാക്കി മറ്റ് ടീച്ചേഴ്സ് രണ്ടുപേരും വന്നല്ലോ. ഇംഗ്ലീഷ് കൂടാതെ 2 ടീച്ചേഴ്സ് വന്നിരുന്നു. മിൽറോസ് ടീച്ചറും അതുപോലെ തന്നെ വാഹിദ ടീച്ചറും വന്നിരുന്നു. പിന്നെ ഇംഗ്ലീഷ് ഒരു അശ്വതി മിസ്സും വന്നിട്ടുണ്ടാകും. എല്ലാവരും വന്നോ? എല്ലാവരെയും പരിചയപ്പെട്ടോ? ഇപ്പൊ എക്കോ മാറിയിട്ടുണ്ടാവും. ഞാൻ ഓൾമോണ്ട് കൊടുത്തോണ്ട് എക്കോ വരണ്ട, ആരും എഡിറ്റ് ചെയ്യാത്തത് കൊണ്ടാണത്. ഇപ്പൊ ഉണ്ടോ എക്കോ ഉണ്ടോ? ഇപ്പൊ ഇല്ലല്ലോ, ക്ലിയർ അല്ലേ ഇപ്പോ? യെസ്. അപ്പൊ ടീച്ചേഴ്സ് ഇത്രയും പേരെയൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. അവരൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോ എത്രയും പെട്ടെന്ന് തരാനായിട്ട് പറയാറുണ്ട്. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് തരാനായിട്ട്. ഓക്കെ, നിങ്ങളിപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്താണ് ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് ഒരു ചെറിയ ഐഡിയ എങ്കിലും നിങ്ങൾക്ക് ഇപ്പോ ഇത്രയും ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലെ? അതിലൊരു ക്ലാസ് ഇംഗ്ലീഷ് ആയിരുന്നു, അതുകൊണ്ടേക്ക് ബാക്കി ക്ലാസ്സസ് കൊണ്ട് ഏകദേശം അതിന്റെ ആ ഒരു എന്താ പറയാ വാതിക്കേന്ന് നിങ്ങൾ കുറച്ചുള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും അല്ലെ? പതിയെ നിങ്ങൾക്ക് അത് മൊത്തത്തിൽ നമ്മളിലേക്ക് ആവും. അതിന് സമയമെടുക്കും, കാരണം നമ്മളൊരു പുതിയ കോഴ്സ്, പുതിയൊരു ടോപ്പിക് ഒക്കെ പഠിക്കല്ലേ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അതിലേക്ക് എത്താനായിട്ട്, അതിലേക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് നമുക്ക് സമയമൊക്കെ എടുക്കും. അത് പതിയെ നിങ്ങൾ ആയിക്കോളും. പിന്നെ മാത്രമല്ല, ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക, ഏതൊരു ഓർഗനൈസേഷനും ഏത് ബിസിനസ് സംരംഭമായാലും അവിടെ ഒരുപാട് എംപ്ലോയീസ്, സ്റ്റാഫുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ ദ ഓർഗനൈസേഷൻ ഓർ ദ എംപ്ലോയർ ക്യാൻ അച്ചീവ് ദെയർ ഒബ്ജക്റ്റീവ് അല്ലെ? അവരുദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മോൾഡ് ചെയ്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്താണ് ഈ മാൻ പവറിനെ മുഴുവനും കൊണ്ടുപോകട്ടെ. അത് എവിടെ തുടങ്ങി നടക്കും? ഫ്രം ദ ബിഗിനിങ് സ്റ്റേജ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്നത് മുതൽ അവര് ആ ഓർഗനൈസേഷനിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് ഉൾപ്പെടെ മറ്റു കാര്യങ്ങളും, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഇൻ ബിറ്റ്വീനിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? നമ്മളൊരു ചെറിയ ഡെഫിനിഷൻ തന്നെ കുറച്ചു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുള്ളൂ. കാരണം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് ഇത്രയധികം ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സായി മാറിയത് എന്നുള്ള കാര്യവും, എന്തിനു വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു തന്നത് ഇച്ചിരി സമയമൊക്കെ പോയി അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ചാൽ ഒരു വെൽ ഓർഗനൈസ്ഡ്, വെൽ പ്ലാൻഡ്, വെൽ ഡിറക്റ്റഡ് അല്ലെങ്കിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുപോയാൽ ഹ്യൂമൻ റിസോഴ്സസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരിലൂടെ അച്ചീവ് ദ ഓർഗനൈസേഷൻസ് സോഷ്യൽ, ഓർഗനൈസേഷണൽ ഓർ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ്.
ഒരു ബിസിനസിന്റെ വ്യക്തിപരമായിട്ടുള്ളത്, സാമൂഹ്യപരമായിട്ടുള്ള, സംരംഭപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, ഡിറക്ട് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, കോമ്പൻസേറ്റ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെ? ഇത്തരം കാര്യങ്ങളെല്ലാം ചേർന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ ഒരു ചെറിയ ഡെഫിനിഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി കോൺസെപ്റ്റ് എന്താണ്? HRM ന്റെ കോൺസെപ്റ്റ് നമുക്കറിയാം. HRM അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HR എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ദ സ്ട്രാറ്റജിക് അപ്രോച്ച് ടു ദ ഇഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. അതായത് ഒരു കമ്പനിയില് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ എന്താ പറയാ ആളുകളെ, അതായത് ബിസിനസ്സിന് ഒരു ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ബിസിനസ് ഓറിയന്റഡ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും ബിസിനസ്സുകാർ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻസ് ആണ്. അത്തരം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്, ആ ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ വേണ്ടി ഓരോ ബിസിനസ്സുകാരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇപ്പൊ ഞങ്ങളുടെ ബിസിനസ് ഏറ്റവും പോപ്പുലർ ആകണം, ഒത്തിരി ഡിമാൻഡബിൾ ആകണം, ഒത്തിരി ആളുകളെ, ഒത്തിരി കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഒരു ബിസിനസ് നടത്തുന്നതിലുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അവിടുത്തെ എംപ്ലോയീസിനെ, സ്റ്റാഫിനെ, മാൻ പവറിനെ മൊത്തത്തിൽ ഉപയോഗിക്കുക. അത് ഇഫക്റ്റീവ് ആയിട്ട് നല്ല എന്താ പറയാ രീതിയിൽ ഉപയോഗിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സമീപനം, ഒരു അപ്രോച്ച് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ദാറ്റ് മീൻസ് ദേ ഡിസൈൻ ദ എംപ്ലോയീസ് or they design the employees performance or service for the employer's strategic objective. ഒരു എംപ്ലോയർ അവർക്ക് അവരുടേതായ ഒരു കൃത്യമായ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എംപ്ലോയിയുടെ പെർഫോമൻസിന്റെ മാക്സിമം എന്ത് ചെയ്യുക, പുറത്തേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി അവരെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് ഓഫ് HRM എന്നുള്ളത്. ആ സെന്റൻസുകളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സെന്റൻസ് നമ്മൾ തന്നെ നമ്മളുടെ കണ്ണുപയോഗിച്ച് വായിച്ചു നോക്കി മനസ്സിലാക്കാം. ഓക്കെ, 2 സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HRM, HR എന്നൊക്കെ പറയുന്നത് ഒരു സ്ട്രാറ്റജിക് സമീപനമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ in an organization or a company. ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ മനുഷ്യന്മാരെ ഇഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. എന്തിനു വേണ്ടിയിട്ടാ? ടു ഹെൽപ് ദ ബിസിനസ് ഗെയിൻ ദെയർ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഇത്ര മാത്സര്യ ബുദ്ധിയുള്ള മാത്സര്യ എന്താ പറയാ സാഹചര്യങ്ങളുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ, പ്രത്യേകിച്ച് പീപ്പിൾ എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സസിനെ നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. And also it is decided to make maximum employee performance. അതായത് ഇതിനോട് വേണ്ടിയിട്ടാണ് മാക്സിമം എംപ്ലോയിയുടെ പെർഫോമൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് നമുക്ക് പ്രധാനമായിട്ടും മാക്സിമം അവരിൽ നിന്ന് അവരുടെ പെർഫോമൻസ് പുറത്തേക്ക് എടുക്കാനായിട്ട് വേണ്ടിയിട്ട് കൂടി ആണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെന്റൻസ് 2 അണ്ടർലൈൻ ചെയ്തിട്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി HRMന്റെ സ്കോപ്പ്. HRM അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ആസ്പെക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ, പേഴ്സണലിന്റെ സ്പെല്ലിംഗ് അവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക, PERSONAL ആണ്. അതായത് തൊഴിൽപരമായിട്ടുള്ള ഒരു വശം. അതായത് തൊഴിലാളികളിൽ നിന്ന് എന്താ പുറത്തേക്ക് വരിക? തൊഴിലാണ്, അവർ ചെയ്യുന്ന അവരുടെ സർവീസ്. നമുക്ക് കാണാൻ പറ്റില്ല നമ്മളിപ്പോ എന്തൊക്കെ ചെയ്യുന്നു. ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെ, ഇവിടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇത്രയെണ്ണം ഉണ്ടാക്കി, ഇത്ര യൂണിറ്റ് ഓഫ് സാധനം പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നമുക്ക് എടുത്ത് പറയാം. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് എ സർവീസ്, ഒരു സേവന രീതിയിലുള്ള അല്ലെ, ഒരു സർവീസ് രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനെ നമുക്ക് ഇതുപോലെ അതിന്റെ ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് അളന്നെടുക്കാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അവിടെ നടത്തപ്പെടുന്ന തൊഴിലാണ്, ആ സേവനമാണ്. അപ്പൊ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത്, അപ്പൊ തൊഴിൽപരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ HRM എന്ന് പറയുന്ന ആ ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ മാൻ പവറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതിന്റെ? പേഴ്സണൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പേഴ്സണൽ ആസ്പെക്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഡീൽസ് വിത്ത് ദ മാൻ പവറിന്റെ എന്തൊക്കെയാണ്? മാൻ പവറിന്റെ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ട്രെയിനിങ്, ഡെവലപ്മെന്റ്, ലേ ഓഫ്, റിട്രെഞ്ച്മെന്റ്, റെമ്യൂണറേഷൻ, ഇൻസെന്റീവ്സ്, പ്രൊഡക്ടിവിറ്റി. അതായത് മാൻ പവറിന്റെ സകല കാര്യങ്ങൾ, റിക്രൂട്ട്മെന്റ് മുതല് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് ഒരു ആള് ജോലിക്ക് കയറി ആള്
അവസാനം കുറെ കഴിഞ്ഞ് റിട്ടയർഡ് ആയിട്ട് പോകുന്നത് വരെ അതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിലൊക്കെ അതായത് ഈ സെലക്ഷൻ നടക്കുന്നുണ്ട്, പ്ലേസ്മെന്റ്, ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ ഇവരെ പ്ലേസ് ചെയ്യുന്നു, ഇവർക്ക് ട്രാൻസ്ഫർ കൊടുക്കാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക്, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാം, പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ഡിമോഷൻ വരും, വേണ്ട സമയത്ത് ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് അവരുടേതായ ഫുൾ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള എന്താണ് ട്രെയിനിങ്, ഡെവലപ്മെന്റ്, ലേ ഓഫ് എന്നൊക്കെ പറയുന്നത് ഓരോ രീതിയാണെന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ്. പിന്നെ അവരെ റിട്ടേൺ ചെയ്യുക എന്ന് വെച്ചാൽ അവരെ തന്നെ അവിടെ റിട്ടേൺ ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങള്, അതുപോലെ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഇൻസെന്റീവ്സ്, അതുപോലെ റെമ്യൂണറേഷൻസ്, വാട്ടെവർ പ്രൊഡക്ടിവിറ്റി, അവരുടെ കാര്യക്ഷമത, ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു ആസ്പെക്ട്. അതാണ് പേഴ്സണൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പേഴ്സണൽ ആസ്പെക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എന്തൊക്കെയാണ് മാൻ പവറിന്റെ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, അതുപോലെ തന്നെ പ്ലേസ്മെന്റ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ട്രെയിനിങ്, ഡെവലപ്മെന്റ്, ലേ ഓഫ്, റിട്രെഞ്ച്മെന്റ് ആൻഡ് ഓൾസോ ഇൻസെന്റീവ്സ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഇതെല്ലാം ആണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, പേഴ്സണൽ ആസ്പെക്ട് ഓഫ് HR. ഓക്കെ, ആ ഒരു സ്കോപ്പ് ഓഫ് HRM എന്ന് പറയുന്നത് വളരെ വിശാലമായതാണ്, ചുരുങ്ങിയ കാര്യമല്ല, നാരോ ആസ്പെക്ട് അല്ല. പേഴ്സണൽ ആസ്പെക്ട് എന്ന് പറയുന്നത് വൈഡ് ആസ്പെക്ട് ആണ്. ആ വൈഡ് ആസ്പെക്ട് മൊത്തത്തിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഈ പാരഗ്രാഫ് ഫുൾ ആയിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ. ചിലപ്പോ കുറച്ചു പേരൊക്കെ നമ്മളുടെ കൊമേഴ്സ് സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാത്തവരും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടാണ് കുറച്ചധികം പ്രാവശ്യം ഒരു പോയിന്റ് തന്നെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ബിക്കോസ് അവർക്ക് അതിനെ കുറിച്ച് ചിലപ്പോൾ അത്രയധികം ഒരു ഇത് ഉണ്ടാവില്ല. അതേസമയം കൊമേഴ്സ് പഠിച്ചവർക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. എന്തിനാ ഇത്രയും പ്രാവശ്യം പറയുന്നതെന്നും ചിലപ്പോ തോന്നിയേക്കാം. പക്ഷെ ഐ എം ഹെൽപ്ലെസ് ബിക്കോസ് അവരെ കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ ഇവിടെ കൊടുക്കുന്ന ടീച്ചേഴ്സിനോട് നമ്മൾ അങ്ങനെ തന്നെയാ പറഞ്ഞേക്കുന്നത് അല്ലെ. സയൻസ് എടുത്തവരൊന്നും ഇവിടെ ഉണ്ടോ? സയൻസ് എടുത്ത് പഠിച്ചവര്, മെയിൻ സബ്ജക്ട് സയൻസ് ആയിട്ട് എടുത്തവരൊക്കെ ഉണ്ട്. ഓക്കെ, യെസ് ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പൊ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡൽസ് ഓഫ് HRM ആണ്. HRMന്റെ പ്രധാനപ്പെട്ട മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മോഡൽ എന്ന് പറയില്ലേ, റെപ്രസെന്റ് ചെയ്ത്, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പുതിയതായിട്ട് ചിലപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും മോഡൽ, റോൾ മോഡൽ നമ്മൾ പറയും അല്ലെ. നമ്മൾ പിള്ളേരോടൊക്കെ പറയും ഇന്നാളെ റോൾ മോഡലാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ചില ആളുകൾക്ക് ഒരു ആസ്പെക്ട് ഉണ്ട്, അവർ വിചാരിക്കും ഞാൻ ഇന്നാളെ റോൾ മോഡലാക്കിയാണ് എന്റെ ലൈഫ് എന്നൊക്കെ പറയും. അപ്പൊ മോഡൽ എന്ന് പറഞ്ഞാൽ സംതിങ് നേരത്തെ എന്തോ ഉള്ളതാണ്, അതിനെ നമുക്ക് മോഡലാക്കി എടുത്തിട്ട് നമ്മൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാം അല്ലെ. മാതൃക അതല്ലേ, മലയാളത്തിൽ നമ്മൾ അതിനെ മാതൃക എന്ന് വിളിക്കും. ഇവിടെ HRM എന്ന് പറയുന്ന ഈ ഒരു പുതിയ കോൺസെപ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുതിയ HRM എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സിലേക്ക് എത്തിച്ചതിന് ഒരുപാട് മോഡൽസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില മോഡൽസ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫോംബ്രൺ മോഡൽ, ഹാർവാർഡ് മോഡൽ, ഗസ്റ്റ് മോഡൽ ആൻഡ് വാർവിക് മോഡൽ. 4 മോഡൽസ് ഓഫ് HRMs ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. 4 മോഡൽ HRMന്റെ മാതൃകകളാണ്. നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആരെങ്കിലും ഒക്കെ എന്താ പറയാ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പ്രത്യേകമായിട്ട് എടുത്ത് പഠിച്ച ചില മാതൃകകൾ അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫോംബ്രൺ മോഡൽ, ഹാർവാർഡ് മോഡൽ, ഗസ്റ്റ് മോഡൽ ആൻഡ് ദ വാർവിക് മോഡൽ. 4 മോഡൽസ് ആണ് കേട്ടോ. സോ ലെറ്റ്സ് സീ വൺ ബൈ വൺ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ചെറിയ കാര്യങ്ങൾ അവരെന്താണ് ഈ ഓരോ മോഡൽസും ചെയ്തത്, അല്ലെങ്കിൽ ഈ HRMന്റെ ഈ ഓരോ മോഡലിലും എന്ത് പ്രത്യേകതകളാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ഫോംബ്രൺ മോഡൽ എന്ന് പറയുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് മോഡൽ. ഏറ്റവും ആദ്യമായിട്ടൊക്കെ കുറച്ച് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുത്തത്, അതായത് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി തുടങ്ങിയ നാളുകളിൽ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഏർലിയസ്റ്റ് എന്ന് പറയുമ്പോൾ ഏർലി പീരീഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നൂറ്റാണ്ടുകളിൽ അല്ല ഉദ്ദേശിച്ച ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇത്രയധികം എന്താ പറയാ മാനേജ് ചെയ്യപ്പെടേണ്ട ഒരു കമ്പോണന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ നമ്മൾ കമ്പോണന്റുകൾ പഠിച്ചു. മണി, മെറ്റീരിയൽ, മെഷീനറി, അതിന്റെ ലാസ്റ്റ് വൺ ആണ് നമ്മൾ മെൻ എന്ന് പറഞ്ഞത്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞത്. ആ 4 റിസോഴ്സസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാനേജ് ചെയ്യപ്പെടേണ്ട ഒരു കമ്പോണന്റ് ആണ് മറ്റേതിനേക്കാൾ. മറ്റുള്ളതൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള കുറെ മെറ്റീരിയൽസ് വേണം, പൈസ വേണം, മെഷീനറീസ് വേണം അല്ലെ, ഫിക്സഡ് അസറ്റുകൾ വേണം ബിസിനസ് നടത്താനായിട്ട്. ഇതിനെല്ലാം പുറമെ കുറച്ച് മാനേജബിൾ ആയിട്ടുള്ള
കുറച്ച് ഡിഫിക്കൽട്ട് മാനേജ്മെന്റ് ആവശ്യമുള്ള ഒരു കമ്പോണന്റ് ആണ് മെൻ എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ അതൊക്കെ വേണമെന്ന് അറിഞ്ഞ കാലഘട്ടം തുടങ്ങി. അങ്ങനെ ഒരു കാലഘട്ടം തുടങ്ങി ഉണ്ടാക്കിയെടുത്ത മോഡൽസ് ആണ്. ഇതിൽ ഒന്നാണ് കോംബ്രൺ മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് മോഡൽ വിച്ച് ഹാസ് been established from the year 1984. 1984 ഈ ഒരു മോഡലിന് ഒരു എന്താ പറയുക ഒരു രൂപരേഖ നൽകിയത് എന്നാണ് പറയാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഒരു മോഡലിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 4 ഫങ്ഷൻസ് ഉണ്ട്. ഈ ഒരു കോംബ്രൺ മോഡൽ എന്ന് പറയുന്നതിൽ 4 ഫങ്ഷൻസ് ആണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്നത്തെ കാലത്ത് എന്തൊക്കെയായിരുന്നു? സെലക്ഷൻ ഓഫ് എൻ എംപ്ലോയി. ഒരു പുതിയ ഓർഗനൈസേഷനിലേക്ക് ഒരു പുതിയ എംപ്ലോയിനെ സെലക്ട് ചെയ്യുക. അവർക്ക് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എന്താ പറയാ പവർ അല്ലെങ്കിൽ ഹ്യൂമൻ പവറിന്റെ അപ്രൈസൽ ആണ്. ഹ്യൂമൻ റിസോഴ്സസിന്റെ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള എന്താ പറയാ റിവാർഡുകള് അതല്ലെങ്കിൽ കോമ്പൻസേഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് പുറമെ അവർക്ക് ചില അപ്രൈസൽസ് കൂടി നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊണ്ട് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് വേണ്ട റിവാർഡുകൾ ഓഫർ ചെയ്യുക. ഓക്കെ, ദീസ് ആർ ദ 4 functions based on കോംബ്രൺ മോഡൽ. ഈ മോഡലിന്റെ പ്രത്യേകത ഈ 4 ഫങ്ഷൻസിൽ അധിഷ്ഠിതമാണെന്നാണ് പറയുന്നത്. ഏർലിയസ്റ്റ് മോഡൽ ആണ്. വേണമെങ്കിൽ നമ്മൾ എഴുതി വെച്ചോ, ഏർലിയസ്റ്റ് മോഡൽ ഡ്യൂറിങ് 1984 എന്നൊന്ന് വെറുതെ എഴുതി വെച്ചോ കേട്ടോ. ഓക്കെ, അതൊന്ന് വെറുതെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ, അവിടത്തേലൊക്കെ പറയുന്നുണ്ട് അതൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ കോംബ്രൺ മോഡലിന്റെ പ്രധാനപ്പെട്ട 4 ഫങ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ്, റിവാർഡ്സ്. ഓരോ എംപ്ലോയീസിനെയും എങ്ങനെ സെലക്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ട അപ്രൈസൽസ്, അവരുടെ ഡെവലപ്മെന്റ് പ്രൊസീജിയേഴ്സ്, അവർക്ക് വേണ്ട റിവാർഡുകൾ, ഈ 4 കാര്യങ്ങളിലാണ് എന്ത് പറയുന്നത് കോംബ്രൺ മോഡൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് എന്താ? ഈ പറയുന്ന ഈ 4 കമ്പോണൻസ് അല്ലെങ്കിൽ ഈ 4 കോൺസ്റ്റിറ്റ്യുവൻസ് അല്ലെങ്കിൽ 4 ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ടു കോൺട്രിബ്യൂട്ട് ദ ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ്. ഇതെല്ലാം ഒരു ഓർഗനൈസേഷന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ളതിലേക്ക് പല കാര്യങ്ങളും ഈ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സംഭാവനകൾ നൽകുന്നുണ്ട്. അതായത് ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വേണ്ടേ? അല്ലെ, ഏതെങ്കിലും ആളുകളെ ജോലിക്ക് എടുത്താൽ മതിയോ? They have to find out the qualifications, practical knowledge, അല്ലെ, കപ്പാസിറ്റി, കേപ്പബിലിറ്റി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു എംപ്ലോയീനെ എന്ത് ചെയ്യുന്നത്, ഒരു ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ അതെല്ലാം തന്നെ ഓർഗനൈസേഷന്റെ കാര്യക്ഷമതയാണ് വർദ്ധിപ്പിക്കുക. അപ്പൊ ഇതിലൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത് എന്നാണ് കോംബ്രൺ മോഡൽ പറയുന്നത്. അതൊരു ഏർലിയസ്റ്റ് മോഡലാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഹാർവാർഡ് മോഡൽ. രണ്ടാമത്തെ മോഡൽ HRMന്റെ മറ്റൊരു മോഡലാണ് ഇത് ഹാർവാർഡ് മോഡൽ എന്ന് പറയുന്ന മോഡൽ. അതും എന്താ പറയാ ഒരു ഇൻഫ്ലുവൻഷ്യൽ മോഡലാണ്. നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള HRMന്റെ മറ്റൊരു മോഡൽ എന്ന് നമുക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ അങ്ങനെ? അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഒരാൾക്കാണോ? വേറെ ആർക്കെങ്കിലും സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ മോനെ ഒന്ന് കുറച്ചങ്ങടെ എവിടെയെങ്കിലും നമുക്ക് കുറച്ച് വേറെ എവിടേക്കെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയൊക്കെ ഇരുന്നോട്ടെ. ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കാം, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെ പ്രശ്നം മാത്രമായിരിക്കും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പറയണം അവിടെ ഇല്ലാന്ന്, അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഹാർവാർഡ് മോഡൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾസോ എ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് മോഡൽ ഓഫ് HRMന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മോഡൽ തന്നെയാണ് ഹാർവാർഡ് മോഡൽ എന്ന് പറയുന്നത്. വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ സെവറൽ എക്സ്പെർട്സ്. ഒത്തിരി വളരെ കാര്യക്ഷമതയുള്ള ആൾക്കാരൊക്കെ കൂടി ആണ് ഇത് കണ്ടുപിടിച്ചത്. അതിന്റെ ഒരു ലീഡർ എന്ന രീതിയിൽ മൈക്കൽ ബിയർ ആണ്. 1984 തന്നെയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, മൈക്കൽ ബിയറുടെ നേതൃത്വത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഇങ്ങനെ ഒരു HRMന്റെ ഈ ഒരു പുതിയ മോഡൽ എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ആ പേര് വന്നത് ഹാർവാർഡ് മോഡൽ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡെവലപ്പ് ചെയ്തത് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മൈക്കൽ ബിയർ ഡ്യൂറിംഗ് ദ ഇയർ 1984. അതുകൊണ്ടാണ് അതിന് ആ പേര് ഹാർവാർഡ് മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു മോഡലില് ഹാർവാർഡ് മോഡൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് നേരത്തെ നമ്മൾ 4 ഫങ്ഷൻസിന്റെ ബേസിസിലാണ്, മാൻ പവറിന്റെ 4 ഫങ്ഷൻസിന്റെ ബേസിസിലാണ് കോംബ്രൺ മോഡൽ ഡെവലപ്പ് ചെയ്തെടുത്തത്, അല്ലെങ്കിൽ അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ മറ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മറ്റ് 5 കമ്പോണൻസിന്റെ ബേസിസിലാണ് എന്ത് പറയുന്നത് ഹാർവാർഡ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്താണ് ആ കമ്പോണൻസ് അല്ലെങ്കിൽ ആ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ്? ഒന്ന് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, 2 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, and the third one HRM policies,
then HRM outcomes, and the last one is long-term consequences. അതായത് ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിന്റെ ഗോൾസ് ഉണ്ട്, അത് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ അക്കംപ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ നേടിയെടുക്കാൻ. അതായത് ഓരോ ഓർഗനൈസേഷനും ഇറ്റ്സ് ഓൺ ഗോൾ ഓർ മൾട്ടിപ്പിൾ ഗോൾസ് അല്ലെ. നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനും ഓരോ രീതിയിൽ അവരവരുടേതായ ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ അധികമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യമെന്നോ ലക്ഷ്യങ്ങളെന്നോ സിംഗുലറും പ്ലൂറലും നമുക്ക് ഉപയോഗിക്കാം. ബിക്കോസ് ചില ഓർഗനൈസേഷൻസിന് പ്രത്യേക ചിലപ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവുള്ളൂ. ഇന്ന ഒരു കാര്യം നേടുന്നത് വരെ ആണ് നമ്മൾ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകുന്നത്. ആ ലക്ഷ്യം നേടിയെടുത്ത് കഴിഞ്ഞാൽ വി വിൽ സ്റ്റോപ്പ് ഇറ്റ്, നമ്മളത് നിർത്തുന്നു. അങ്ങനെ ലക്ഷ്യം വെക്കുന്ന ചില ബിസിനസ്സുകളുണ്ട്, ഇല്ലേ? അങ്ങനത്തെ ബിസിനസ് എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ബിസിനസ് സംരംഭങ്ങളുണ്ട്. ഓക്കെ. എന്നാൽ ഒരുപാട് ലക്ഷ്യങ്ങളെ എന്താ പറയാ ആസ്പദമാക്കി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻസും ഉണ്ട് അല്ലെ. അപ്പൊ ലക്ഷ്യങ്ങളായിക്കോട്ടെ ലക്ഷ്യമായിക്കോട്ടെ അത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓരോ ഓർഗനൈസേഷനും ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ നമ്മുടെ ഹാർവാർഡ് മോഡൽ പറയുന്നു, അത് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു 5 കമ്പോണൻസ് നമ്മുടെ HRM ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ 5 കമ്പോണൻസിനെയാണ് നമ്മൾ ഏതൊക്കെ വിളിക്കുക? സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, stakeholder interest, HRM policies, HRM outcome എന്ന് പറഞ്ഞ റിസൾട്ട് ആണ്, ആൻഡ് ദ ലോങ് ടേം കോൺസിക്വൻസസ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഇതിങ്ങനെ ABCD കുറിച്ച് പറയുന്നത് പോലെ പറഞ്ഞാൽ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊന്നുകൂടി കുറച്ച് എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് മീൻസ് അവർ പറഞ്ഞ 5 കമ്പോണന്റ് എന്താണ്? ചിലപ്പോ ആ വേർഡുകൾ മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? അങ്ങനെയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു മാൻ പവറിനെ സെലക്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ട അപ്രൈസൽസ് കൊടുക്കുന്നു, അവർക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കുന്നു, അവർക്ക് റിവാർഡ് കൊടുക്കുന്നു. അത് ഫസ്റ്റ് വൺ. ഫോംബ്രൺ മോഡലിലെ 4 ഫംഗ്ഷൻസ്. അത് ഏകദേശം നമുക്ക് ആ വേർഡുകൾ കേട്ടപ്പോ തന്നെ മനസ്സിലായി, അതല്ലേ? അങ്ങനെയല്ലേ? ആണോ? ക്ലിയർ ആണോ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറയണം, മനസ്സിലാകുന്നില്ല എങ്കിൽ പറയണം. ഓക്കെ. അപ്പൊ ഫോംബ്രൺ മോഡലിൽ കുഴപ്പമില്ല, അവിടെ മാൻ പവറിനെ സെലക്ട് ചെയ്യുന്നതും അപ്രൈസൽസും ഡെവലപ്മെന്റും റിവാർഡും ഒക്കെ കൊടുക്കുന്നതാണ് മനസ്സിലായി. എന്നാൽ രണ്ടാമത്തെ ഹാർവാർഡ് മോഡലിൽ നമ്മൾ പറഞ്ഞു, ഹാർവാർഡ് മോഡൽ എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു HRMന്റെ ഒരു മോഡലാണ്. അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ മൈക്കൽ ഗിയറിന്റെ നേതൃത്വത്തിൽ ലീഡർഷിപ്പില് 1984 ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മോഡലാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആ മോഡല് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബേസ് ചെയ്യുന്നത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള 5 കമ്പോണൻസിലാണെന്ന് പറഞ്ഞു. 5 കമ്പോണൻസിന്റെ പേര് നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, HRM policies, HRM outcomes, and the long term components എന്ന് മാത്രം പറഞ്ഞപ്പോ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല അല്ലെ? ഇതെല്ലാം നേടിയെടുക്കുക ഓർഗനൈസേഷൻ അതിലൂടെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുക. സോ ലെറ്റ് സി, അതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. വാട്ട് ഈസ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്? എന്താണ് ഈ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ഐദർ ഇന്റേണൽ ഫാക്ടേഴ്സ് ഓർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ബിസിനസിന്റെ അകത്തുള്ള ചില ഫാക്ടേഴ്സ് ഘടകങ്ങളും പുറത്തുള്ള ഫാക്ടേഴ്സും ഒക്കെ ഉണ്ട്. അതാണ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ നോട്ടായിട്ട് ഒരു കുഞ്ഞു നോട്ടായിട്ട് നിങ്ങൾക്ക് എഴുതി തരാം. ഇതിങ്ങനെ വെറുതെ സെന്റൻസ് ആയിട്ട് വായിച്ചു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്കത് പടമൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ എന്നാലും അതെന്താണ് സിറ്റുവേഷണൽ ഫാക്ടർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. അത് ഞാൻ നോട്ടായിട്ട് എഴുതി തരാം. എഴുതി തരുന്നതൊന്നും കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് എഴുതുന്നതിൽ കുഴപ്പമുണ്ടോ? പറഞ്ഞു തന്നിട്ട് ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പറഞ്ഞു നോക്കണം. അവിടെ കിടക്കുന്ന വേർഡ് തന്നെ ഉപയോഗിച്ചു. ഓക്കെ. അപ്പൊ നമ്മൾ എഴുതും. ഓക്കെ, ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കത് എഴുതി വെക്കാം. എന്നിട്ട് അടുത്ത പേജിലേക്ക് ഞാൻ പോകുള്ളൂ. ബിക്കോസ് എന്താണ് നമുക്ക് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാതെ വെറുതെ ഇങ്ങനെ കുറെ കേട്ടതുകൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് നമുക്കറിയാം. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുന്നതിനെ അകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അവിടെയുള്ള മനുഷ്യന്മാരെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം. അവിടെ ഒരുപാട് മെഷീനറീസ് ഉണ്ട്, അവിടുത്തെ കണക്ക് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇതിനൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് പോകുക. അത് ബിസിനസ്സിന് അകത്തുള്ള കാര്യം. പുറത്തുണ്ട് ഇഷ്ടംപോലെ കാര്യം. നമ്മുടെ ബിസിനസ്സിലേക്ക് ബന്ധമുള്ള പുറത്തുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഈ 2 ഫാക്ടേഴ്സിനെ കൂടിയാണ് എന്ത് വിളിക്കുന്നത്? സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ നമ്മുടെ ബിസിനസ് സംരംഭത്തിന്റെ കൾച്ചർ, അതിന്റെ സംസ്കാരം, പിന്നെ അതിന്റെ ഓരോ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ സ്ട്രാറ്റജീസ് ആൻഡ് പോളിസീസ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും. ഏത് ബിസിനസ് ഓർഗനൈസേഷനും അതിന്റേതായ ചില ലോസ് ആൻഡ് ഓർഡേഴ്സ്, സ്ട്രാറ്റജീസ്, പോളിസീസ്, പ്രോഗ്രാംസ്, ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇന്റേണൽ ആണ്, അതൊക്കെ ഉള്ളിലുള്ളത്. അവിടെ തന്നെ അവിടെയുള്ള ആളുകളും മറ്റു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ ഇന്റേണൽ ആണ്, ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്?
ഇറ്റ് ഈസ് ദ മാർക്കറ്റ് കണ്ടീഷൻസ്. എന്താ പുറത്തുള്ള ഒരു ഫാക്ടറാണ് മാർക്കറ്റ് കണ്ടീഷൻ. നമ്മുടെ ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് പ്രോഡക്റ്റോ സർവീസോ ആയിക്കോട്ടെ, ചിലപ്പോൾ സാധനം ഉത്പാദിപ്പിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻ ആകാം, ചിലപ്പോൾ സേവനങ്ങളെ ഉത്പാദിപ്പിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻ ആകാം. ഓക്കെ, ഉദാഹരണം ഞാൻ പിന്നെ പറയാട്ടെ അത് കഴിഞ്ഞിട്ട്. അപ്പൊ ഏത് തരത്തിലുള്ളതായാലും അതിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ആ വസ്തുവിന് അല്ലെങ്കിൽ ആ സേവനത്തിന് മാർക്കറ്റിൽ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ മാർക്കറ്റ് കണ്ടീഷൻസ് തീർച്ചയായിട്ടും ഓരോ ബിസിനസ് ഓർഗനൈസേഷനെയും അഫക്ട് ചെയ്യും. ഇല്ലാന്ന് പറയാം നിങ്ങള് ഉണ്ടോ? മാർക്കറ്റ് കണ്ടീഷൻസ് ബിസിനസ് ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യുമോ ഇല്ലയോ? ചെയ്യോ ഇല്ലയോ? ചെയ്യും. ബിക്കോസ് ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പോ ഇങ്ങനെ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നിങ്ങൾ പഠിക്കുകയാണ്. ഓക്കെ, ഒരുപാട് വേറെയും കോഴ്സസ് ഒക്കെ നമ്മുടെ ഇവിടെ പഠിച്ചിട്ടുണ്ടാകാം. ചിലവരുടെ PSC കോഴ്സിൽ ചേർന്നിട്ടുള്ളവരുണ്ടായിരിക്കാം, പഠിച്ചു കഴിഞ്ഞവരുണ്ടായിരിക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സും നമ്മളിവിടെ പഠിച്ചവരും ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരിക്കാം. ഉണ്ടോ? റൈറ്റ് ആണോ? ഉള്ളവരുണ്ടോ? അങ്ങനെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് സ്മിത. ഓക്കെ, അപ്പൊ ഇതിലുണ്ട്. അപ്പൊ നോക്കിയേ, ഇങ്ങനെ ഇതുപോലെയുള്ള ഒരുപാട് കോഴ്സസ് ഓഫർ ചെയ്യുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. ഇതുപോലെയുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു ഓർഗനൈസേഷൻസും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഒന്നുമല്ല ഉത്പാദിപ്പിച്ച് വിൽക്കണേ, അല്ലെ? എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് പൊതിഞ്ഞു കെട്ടി നമുക്ക് പുറത്ത് വിൽക്കുകയാണോ ചെയ്യണേ? തീർച്ചയായും അല്ല. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സർവീസ് ആണ്, സേവനമാണ്. എന്ത് സർവീസ് ആണ്? എഡ്യൂക്കേഷണൽ സർവീസ് ആണ്, വിദ്യാഭ്യാസ സേവനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെ? നിങ്ങളെ ഒരു കോഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം വരുമ്പോ ഹസ്ബൻഡോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ ആരെങ്കിലും വരുമ്പോ ഇന്ന് 2 മണിക്കൂർ ക്ലാസ് എടുത്ത് എന്താ തന്നെ അവര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് തന്നതെന്ന് വെച്ച് എടുത്തിങ്ങനെ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് തന്നത് ടീച്ചർ എന്ന് പറഞ്ഞാൽ എടുത്തു വെച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിനൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഭൗതികമായ ഒരു ഇതില്ല ഇത്. ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോ ടീച്ചർ ഇന്ന് ക്ലാസ് എടുത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തേ, ടീച്ചർ ഇന്ന കാര്യങ്ങൾ അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് എവിടെ കിട്ടിയേ? ഞാൻ ഇവിടെ നിന്ന് ഇടുന്നു, നിങ്ങൾ അത് എവിടെ ക്യാച്ച് ചെയ്യുന്നു? നമ്മുടെ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലാണ്, അല്ലെ? നമ്മുടെ ഓർമ്മയിൽ നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു സേവനമാണ് നൽകുന്നത്, അപ്പൊ പ്രോഡക്റ്റ് അല്ല. അപ്പൊ ഇതല്ല, ഇത് സാധനം ആയിക്കോട്ടെ, സേവനം ആയിക്കോട്ടെ, ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ. അതിന് മാർക്കറ്റിൽ ഒരു വാല്യൂ ഉണ്ട്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതേ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട് ഡിഫറെന്റ് റേറ്റില്, ഇല്ലേ? ഒരുപാട് പേര് നമുക്ക് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞവരും ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വന്ന് വാങ്ങിച്ചപ്പോ അവരുടേതായ ഫീഡ്ബാക്കുകളും മറ്റു റിവ്യൂസ് ഒക്കെ നമ്മളോട് പറഞ്ഞപ്പോ അവര് പറയും, അതിനകത്ത് തന്നെ പറയും എന്ത് അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾക്ക് കിട്ടിയത് എന്താണ്? ക്ലാസ് വൈസ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷണൽ വൈസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫീസ് വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ നമ്മളോട് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് മാർക്കറ്റിലെ ഒരു എന്താ പറയാ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചിട്ട് ഓരോ ഓർഗനൈസേഷനും അത് ബാധിക്കുന്നുണ്ട്. അതാണ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്താണെന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഈ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ടാണ്. ഏതൊക്കെയാണ്? ഇന്റേണൽ ഫാക്ടേഴ്സ് വിച്ച് ഈസ് ഇൻസൈഡ് the organization and the external factors which is from outside the organization. ഓർഗനൈസേഷന് പുറത്തുള്ളത്. ഉദാഹരണമാണ് ഇന്റേണൽ. ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, അവിടുത്തെ സ്ട്രാറ്റജീസ് ആൻഡ് പോളിസീസ് ഒക്കെ, നിയമങ്ങളും മറ്റു കാര്യങ്ങളും അത് ഫോളോ ചെയ്താണ് ബിസിനസ് ഓർഗനൈസേഷനിലെ എല്ലാവരും പ്രവർത്തിക്കുന്നത്, അല്ലേ? ഇവിടെ ഒരു നിയമമുണ്ട്, ഇത്ര മണിക്ക് നമ്മൾ വരണം ക്ലാസ്സിലേക്ക്, അല്ലെ? ഇത്ര മണിക്ക് ഓരോരുത്തർക്കും അവർക്ക് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന പീരിയഡ്സ് അവേഴ്സ് അനുസരിച്ച് ക്ലാസ്സുകളിൽ കയറിക്കൊള്ളുന്ന ടീച്ചേഴ്സ്. ഓക്കെ, ലീവ് ചെയ്യാൻ, എക്സിറ്റ് ചെയ്യാൻ, ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ഇന്ന സമയമാണ്, ഫുഡ് കഴിക്കാൻ നമ്മുടെ ലഞ്ച് ടൈം ഇന്ന സമയമാണ്. തോന്നി പോലെയാണോ? അല്ല. അപ്പൊ ഓരോന്നിനും ഓരോ ബിസിനസ് ഓർഗനൈസേഷനും അതിന്റേതായ സ്ട്രാറ്റജീസും പോളിസീസ് ഒക്കെ ഉണ്ട്, അല്ലെ? അത്തരം സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. അപ്പൊ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആ പോയിന്റ് മനസ്സിലായോ? ഇച്ചിരി സമയം എടുത്താലും വേണ്ടില്ല, ഞാനത് ക്ലിയർ ചെയ്തിട്ടേ പോകുള്ളൂ. ബിക്കോസ് അവിടെ നിന്ന് നമുക്ക് ആ ഒരു സെന്റൻസിനെ കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ അതിന് പറ്റില്ല. ഓക്കെ, പിന്നെന്താണ് സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ്? എന്താ സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാ? ഇൻട്രസ്റ്റഡ് പേഴ്സൺസ് എന്ന് വെച്ചാൽ ബന്ധപ്പെട്ടവർ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്, നമ്മുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ആരൊക്കെയാണ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടത്? എംപ്ലോയീസ്, അവിടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, ട്രേഡ് യൂണിയൻസ് ഉണ്ട്, മറ്റ് പുറത്തുള്ള കമ്മ്യൂണിറ്റി, നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുറത്തുള്ള ആളുകളും ഉണ്ട്. ഓക്കെ, ഇതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുന്നത് ഉള്ളിലുള്ളവരുണ്ട്, പുറത്തുള്ളവരുണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്, പുറത്തുള്ള കമ്മ്യൂണിറ്റിക്കും സൊസൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ പുറത്തുള്ള
പുറത്തുള്ള പബ്ലിക് ഉണ്ട്, അതോടൊപ്പം നമ്മുടെ ബിസിനസ്സിനകത്തുള്ള എംപ്ലോയീസ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, ട്രേഡ് യൂണിയൻസ് ഉണ്ട് അല്ലെ, അവരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ ഈ കമ്പോണന്റ് എന്ന് വെച്ചാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകള്, അവരുടെ താല്പര്യങ്ങള്. പിന്നെന്താണ് HRM പോളിസീസ് ആണ് പിന്നെ പറയുന്നത്. HRM പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ that supports the strategic principles or objectives from the recruitment level to the performance level. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനും അവിടുത്തെ HRM പോളിസീസ് പ്രകാരമാണ്, അവരുടെ നിയമങ്ങൾ പ്രകാരമാണ് ഓരോ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. റിക്രൂട്ട്മെന്റ് നടത്തി അവരെ റിക്രൂട്ട് ചെയ്ത് അവരുടെ പെർഫോമൻസും മാക്സിമം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതിൻ്റെ ഉള്ള പോളിസീസ്, അതിനെയാണ് നമ്മൾ HRM പോളിസീസ് എന്ന് വിളിക്കുക. എങ്ങനെയാണ്? സ്ട്രാറ്റജിക് പോളിസീസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ റിക്രൂട്ട്മെന്റ് ഫ്രം ദ പോയിന്റ് ഓഫ് റിക്രൂട്ട്മെന്റ് അപ് ടു എന്താ പറയാ പെർഫോമൻസ് ലെവൽ വരെ. റിക്രൂട്ട് ചെയ്താൽ മാത്രം പോരാ, ആൾക്കാരെ വിളിച്ചു, അവരെ സെലക്ട് ചെയ്തു, റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി. പക്ഷെ അവിടെ കഴിഞ്ഞു, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്താൽ നമ്മുടെ ജോലി തീർന്നിട്ടില്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പെർഫോമൻസ് ലെവലൊക്കെ ഒന്ന് അളന്നു നോക്കണം. ഇടയ്ക്ക് പോയിട്ട് അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിലേക്ക് എത്തിയോ, നമ്മുടെ സ്റ്റാൻഡേർഡിന്റെ ലെവലിലേക്ക് മുകളിലേക്ക് പോയോ, നല്ല താഴെയാണോ എങ്കിൽ അവർക്ക് എന്ത് ട്രെയിനിങ് കൊടുക്കണം അവരെ സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് എത്തിക്കാൻ. എന്താ പറയാ, കുറച്ച് സ്റ്റാൻഡേർഡിനേക്കാൾ അബവ് വളരെ ഹൈ എന്താ പറയാ പൊസിഷനിലേക്ക് പോയിരിക്കുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം, അപ്രൈസൽ ചെയ്യണം. എന്താ പറയാ, നല്ല രീതിയിൽ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം, അവരെ അനുമോദിക്കണം. അവർക്ക് അതിന് വേണ്ടിയിട്ട് അനുമോദിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറയാ, ക്യാഷ് അവാർഡുകൾ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പൊസിഷൻ കൊടുക്കാം. അവർക്ക് കുറച്ച് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ചില സാഹചര്യങ്ങൾ ഓർഗനൈസേഷനിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡിന്റെ ആണെന്ന് പോയി കഴിഞ്ഞാൽ അത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അതൊക്കെ HRM പോളിസീസിന്റെ ഉള്ളിൽപ്പെട്ടതാണ്. അപ്പൊ അത് എങ്ങനെയാ ഫോളോ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. പിന്നെന്താ, HRM റിസൾട്ട് ആണ്, ഔട്ട്കം ആണ്. എന്താ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് നല്ല രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആളുകൾ പ്രവർത്തിക്കണം, ഇന്ന ജോലികളൊക്കെ ഓരോരുത്തർ ചെയ്യണം, അവരവരുടെ ടാർഗറ്റിന്റെ അടുത്തേക്ക് അതിന്റെ ബൗളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ഓരോ പോളിസീസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നല്ല രീതിയിലുള്ള പോളിസീസ് ആണോ ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്യുന്നത്, അത്രയും ബെറ്റർ റിസൾട്ട്, ബെസ്റ്റ് ഔട്ട്കംസ് നമുക്ക് എന്താ പറയാ ഓർഗനൈസേഷന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ്ഡ് എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് വെച്ചാൽ കൂടുതൽ ആളുകളെ, എംപ്ലോയീസിനെ നമുക്ക് പുതിയ ജോലിയിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാം. കൂടുതൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നേടാം, അവരുടെ ജോലിയിൽ തൃപ്തി നേടാൻ സാധിക്കും. പിന്നെ വരുന്ന എംപ്ലോയീസിനെ പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോകാതെ റിട്ടൈൻ ചെയ്യാനായിട്ട്, റിട്ടൻഷൻ ഓഫ് എംപ്ലോയീസ് ആണ്. എന്ന് വെച്ചാൽ പിടിച്ചു നിർത്താൻ പറ്റണം. ഇവിടെ വരുന്ന ടീച്ചേഴ്സ് വന്നു പുതിയ ക്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അഭാവം വന്നപ്പോ അവിടെ പുതിയ റിക്രൂട്ട്മെന്റ് നടത്താൻ പോകണം, പുതിയ ടീച്ചേഴ്സിനെ എടുക്കുന്നുണ്ട്, വന്നു 1-2 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ എൻവയോൺമെന്റൽ സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ എന്താ പറയാ അവർക്ക് ഫേവറബിൾ ആകണമെങ്കിൽ മാത്രമേ, അനുകൂലമായാൽ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ വളരെക്കാൾ സ്പീഡിലേക്ക് പോകും. ഇല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് അങ്ങനെയല്ലേ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളും എംപ്ലോയീസും സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ വർക്കിംഗ് സിറ്റുവേഷൻ എൻവയോൺമെന്റ് നമുക്ക് ഫേവറബിൾ ആകണം, അനുകൂലമാകണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളോട് കൂടെ ജോലി ചെയ്യുന്നവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളെ ആരും പരിഗണിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് പറ്റും, നമുക്ക് അവിടെ നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ തോന്നും. അങ്ങനെ പാടില്ല. ഓർഗനൈസേഷൻ അവരുടെ കഴിവ് കൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ, ആളുകളെ എംപ്ലോയീസിനെ പിടിച്ചു നിർത്താൻ, റിട്ടൈൻ ചെയ്യാനായിട്ട് പറ്റണം. അതൊക്കെയാണ് പറയാ. ആൻഡ് അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ദ സക്സസ് ഓഫ് ദ ബിസിനസ്. അങ്ങനെയൊക്കെ ചെയ്താൽ പറ്റും ബിസിനസിന്റെ സക്സസ്, അതുപോലെ നല്ല റിസൾട്ട് ബിസിനസിന് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് HRM ഔട്ട്കംസ്. എന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് നല്ലതായിരിക്കണം, വ്യക്തമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ആളുകൾക്ക് എന്താ പറയാ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, എന്ന് വെച്ചാൽ ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള കത്ത് വന്നാലും നമുക്ക് പറ്റില്ല അല്ലെ. കുറെ അടിച്ചേൽപ്പിക്കുന്ന കുറെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറ്റുള്ളൂ അങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോസും ഒക്കെ നമ്മൾ ചിലതൊക്കെ കണ്ടിട്ടായിരിക്കും അല്ലെ. അതായത് ഓരോ ആളുകൾക്ക് അവരുടെ വർക്കിംഗ് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന സ്ട്രെസ്, ബുദ്ധിമുട്ടുകളൊക്കെ സ്വയം അവരുടെ ജീവനെ ഇല്ലാതാക്കാൻ അത്രയും വരെയൊക്കെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ എന്താ പറയാ സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടല്ലേ അല്ലെ കൂടുതൽ ഓവർ ടൈം ജോലി ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാലറിയോ മറ്റു ബെനിഫിറ്റുകളോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല.
അല്ലെ, ജോലി കൂടുതൽ പുള്ളി കുറവ് എന്നുള്ള രീതിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ഭയങ്കര പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതെ നല്ല പോളിസീസ് ഡിസൈൻ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അത് മറ്റൊരു കമ്പോണന്റ് ആണ്. ആൻഡ് ദ ലോങ് ടേം കോൺസിക്വൻസസ് ആണ്. ലോങ് ടേം കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയാ, അതായത് ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ, അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിനോടുള്ള പെരുമാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി, അതായത് ലാഭക്ഷമത, ലാഭം ഒക്കെ ഉണ്ടാക്കല്, അതൊക്കെ ലോങ് ടേം ആണ്. കുറച്ച് സമയം എടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന നേട്ടങ്ങളാണ്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക, അതാണ് ലോങ് ടേം കോൺസിക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ സെറ്റ് ചെയ്യുക എങ്ങനെ, ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ഈ പറയുന്ന 5 കമ്പോണന്റുകൾ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ എന്താകാം, ഇതൊരു നല്ല ഒരു എന്താ പറയുക ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയി മാറും എന്നാണ് ഏത് മോഡൽ പറയുന്നത്, ഹാർവാർഡ് മോഡൽ പറയുന്നത്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മൈക്കൽ ബിയർ. മനസ്സിലായോ? അപ്പൊ 5 കമ്പോണന്റ് ആണ് ഹാർവാർഡ് മോഡലിൽ പറയുന്നത്. 4 ഫങ്ഷൻസ് ആണ് ഏതിൽ പറയുന്നത്, ഫോംബ്രൺ മോഡലിൽ പറയുന്നത്. ഓക്കെ, ഫോംബ്രൺ മോഡലിൽ സിമ്പിൾ വേർഡുകളാണ്, സെലക്ഷൻ, അപ്രൈസൽ, ജഡ്ജ്മെന്റ്, റിവാർഡ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, പീപ്പിളിന്റെ, മനുഷ്യന്മാരുടെ, തൊഴിലാളികളുടെ. ഓക്കെ, അതിനകത്ത് 5 സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള 5 കമ്പോണന്റ്സ് ആണ്. സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, then stakeholders interest, HRM policies, HRM outcomes and long term consequences. ക്ലിയർ ആയോ, മനസ്സിലായോ? ഈ 2 മോഡലിലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? രണ്ടാമത്തെ മോഡലിന്റെ കംപ്ലീറ്റ് ആ ഒരു പാരഗ്രാഫുകൾ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. എന്നിട്ട് ഞാൻ പറയുന്നത് എഴുതിയെടുക്കാം വേഗം. ഫോംബ്രൺ മോഡലും പറഞ്ഞു നമ്മൾ, ഹാർവാർഡ് മോഡലും പറഞ്ഞു. ഹാർവാർഡ് മോഡലിലെ 2 സെന്റൻസിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഏത് ഇയറിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ആരായിരുന്നു അതിന്റെ ലീഡ്, ആ മോഡലിന്റെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ്, മോഡലിന്റെ പേര് തന്നെയാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആ ഒരു ഫാക്ടേഴ്സ്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിലോ വേറെ നോട്ട് എടുത്ത് എഴുതി വെച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നോട്ടിലോ എന്തെങ്കിലും എഴുതി വെക്കാം. പക്ഷെ നോട്ട് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചാപ്റ്ററിന്റെ പേര് എഴുതാനും മറക്കരുത്. ഏതാ ചാപ്റ്ററിലാണ് ആ ഒരു പോയിന്റ് പറഞ്ഞതെന്നൊന്ന് റെഫർ ചെയ്യാൻ നമുക്ക് അങ്ങനെ എഴുതി വെക്കുക. അല്ലെങ്കിൽ വല്ലോടത്തൊക്കെ എല്ലാ ടീച്ചേഴ്സിനെയും കൂടി കൂട്ടി കലർത്തി എഴുതി വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ചാപ്റ്ററിന്റെ പേര് എഴുതുക, ഒരു നോട്ടായാലും മതി, അധികപ്പെടുത്തൊന്നും നമുക്ക് എഴുതാനില്ല, ഒരു നോട്ടാണെങ്കിലും മതി. പക്ഷെ ഓരോ ടീച്ചേഴ്സിന്റെ പേര് എഴുതിയോ എന്തെങ്കിലും വെക്കുക. പേര് ചെയ്യാനോ അല്ലേ, പേര് മറന്നുപോയാ? പേര് പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ മറക്കുന്നത്? ഇല്ല, പേര് കേൾക്കാത്തവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇൻട്രഡക്ഷൻ ക്ലാസ് ഒക്കെ കേറാത്തവരും ഓക്കെ ആദ്യത്തെ ക്ലാസ്സിന്റെ ചിലപ്പോൾ കേറാത്തവരൊക്കെ ഉണ്ടാവും. നിഷാന്നാണ് എന്റെ പേര്, അറിയില്ലാത്തവർക്ക് വേണ്ടി അവരവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ആർക്കെങ്കിലും കേൾക്കാത്തവരോ കാണാത്തവരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും എന്നെ കണ്ടേക്കാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഒരു പേര്, ഓരോ ടീച്ചേഴ്സിന്റെ പേര് എഴുതിയിട്ട് ആ ടോപ്പിക്, അവരെടുക്കുന്ന ടോപ്പിക്കിന്റെ പേര് എഴുതാം. എന്നിട്ട് അത് അങ്ങനെ എഴുതി പോകുക. അത് കഴിഞ്ഞ് കുറച്ച് പേജസ് വിട്ടിട്ട് അടുത്ത ടീച്ചറിന്റെ പേര് എഴുതി ഒറ്റ ബുക്കിൽ മതി. ബുക്കൊന്നും വേണമെന്നില്ല കേട്ടോ, നമ്മളിവിടെയുള്ള നോട്ട് തന്നെയാണ്. പക്ഷെ ഇതൊരു കുറച്ച് നിങ്ങൾ എന്താ പറയാ അറിഞ്ഞിരിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇടുക. ഇന്റേണൽ ഫാക്ടേഴ്സ് ഷോർട്ട് നോട്ടായിട്ട് തരുന്നു, വലിയ നോട്ടപ്പായിട്ട് തരുന്നില്ല. ഇന്റേണൽ ഫാക്ടേഴ്സിനെ എഴുതിയിട്ട് വീണ്ടും ഒരു ഹൈഫൻ ഇടുക. ഓർഗനൈസേഷൻ കൾച്ചർ, സ്ട്രാറ്റജീസ് എക്സെട്ര, അതൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് വരിക. ഓർഗനൈസേഷൻ കൾച്ചർ, സ്ട്രാറ്റജീസ്, പോളിസീസ് എക്സെട്ര. ഓർഗനൈസേഷന്റെ സംസ്കാരം, അതിന്റെ പോളിസീസ്, സ്ട്രാറ്റജീസ്, അതെല്ലാമാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിൽ വരുന്നത്. ഓക്കെ, വീണ്ടും അതിന്റെ താഴെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് എഴുതാം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഹൈഫിനെട്ടിന് വീണ്ടും എഴുതാം. മാർക്കറ്റ് കണ്ടീഷൻസ്, മാർക്കറ്റ് കണ്ടീഷൻസ് മാർക്കറ്റിലെ സിറ്റുവേഷൻസ്, കണ്ടീഷൻസ് ആണ്. നെക്സ്റ്റ് വൺ, അടുത്ത ഹെഡിങ് എഴുതാം. സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ്.
stakeholder interest. ബന്ധപ്പെട്ടവരുടെ താല്പര്യം. ആ ബന്ധപ്പെട്ടവർ ആരൊക്കെയാണെന്നാണ് പറയാൻ പോലെ. സ്റ്റേക്ക് ഇൻട്രസ്റ്റ് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫനറ്റ് എഴുതാം. Stakeholder എന്ന് എഴുതിയിട്ട് ഹൈഫനറ്റ് എഴുതാം. such as employees, management, trade unions, community, COMMUNITY, community. Employees, management, trade unions and community. അതാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ബന്ധപ്പെട്ടവര്, ഓർഗനൈസേഷനിൽ ബന്ധപ്പെട്ടവര്. ഇന്റേണലിനകത്ത് ഓർഗനൈസേഷൻ കൾച്ചർ, സ്ട്രാറ്റജീസ്. ഓർഗനൈസേഷൻ കൾച്ചർ, സ്ട്രാറ്റജീസ്. ഓക്കെ, എഴുതിയില്ലേ? അടുത്തത് HRM പോളിസീസ്. HRM പോളിസീസ്. HRM പോളിസീസിൽ എഴുതാം ഒരു ഹൈഫനറ്റ് ഇട്ട്. ഓർഗനൈസേഷൻ കൾച്ചർ അങ്ങനെ തന്നെയാണ്. ഓർഗനൈസേഷനും കൾച്ചറും രണ്ട് വേർഡാണ്. അടുത്തത് HRM പോളിസീസിൽ എഴുതാം ഹൈഫനറ്റ് എഴുതാം. സപ്പോർട്സ്, SUPPORTS, സപ്പോർട്സ് സ്ട്രാറ്റജിക്, STRATEGIC, strategic objectives from recruitment to performance management. Recruitment മുതൽ പെർഫോമൻസ് മാനേജ്മെന്റ് വരെ ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നു. അതാണ് HRM പോളിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, HRM ഔട്ട്കംസ്, റിസൾട്ട്. HRM ഔട്ട്കംസ്. effective HR policies. HR policies, effective HR policies lead to positive results. Outcome or result thaneyanu. Positive results. Effective HR policies lead to positive results such as increased employee engagement. കൂടുതൽ ആളുകളെ ജോലിക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുക. Increased employee engagement, job satisfaction, retention, retain ചെയ്യുക എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തുക എംപ്ലോയീസിനെ. Retention, which contribute to business success.
Okay. And the next one, long-term consequences. അഞ്ചാമത്തെ കമ്പോണന്റ് ആണ് long-term consequences. long-term consequences എന്ന് വെച്ചാൽ ദീർഘകാല പ്രതിഫലനങ്ങളാണ്. ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുറച്ച് ലോങ് ടേം ആയിട്ടുള്ള കോൺസിക്വൻസ്, അതിന്റെ ഫലം, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇംപ്രൂവ്ഡ് ഓർഗനൈസേഷണൽ കൾച്ചർ, ഇംപ്രൂവ്ഡ്, ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതണേ, ഇംപ്രൂവ്ഡ് ഓർഗനൈസേഷൻ കൾച്ചർ. ഓർഗനൈസേഷന്റെ കൾച്ചർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതാണ് അതിന്റെ റിസൾട്ട്. നല്ലൊരു റിസൾട്ട് ആണെങ്കിൽ ഇംപ്രൂവ്ഡ് ഓർഗനൈസേഷൻ കൾച്ചർ, ഹയർ എംപ്ലോയി മൊറൈൽ, ഹയർ എംപ്ലോയി മൊറൈൽ, ഹയർ HIGHER, ഹയർ എംപ്ലോയി മൊറൈൽ, ഹയർ എംപ്ലോയി മൊറൈൽ, പ്രോഫിറ്റബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, ഈ മൊറൈൽ എന്ന് പറഞ്ഞാൽ എന്താ? മൊറൈൽ എന്നൊക്കെ പറയില്ലേ? എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒന്ന് നമ്മൾ ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ? സാറ്റിസ്ഫൈഡ് ആയിട്ട്, സന്തോഷത്തോടെ, അല്ലെ? വളരെ ഹാപ്പി ആയിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യണം. ആരുടെയെങ്കിലും ഫോഴ്സ്ഫുള്ളി ആരെങ്കിലും നമ്മളെ ചെയ്യിപ്പിക്കുന്നത് പോലെ ആകരുത്, അല്ലെ? ആ ഒരു എന്താ പറയാ, ഇൻഡൂസിയാസ്റ്റിക് മൂഡില്, വളരെ അതിയായ സന്തോഷത്തിലും ആഗ്രഹത്തിലും ഒരു ജോലി ചെയ്തു തീർക്കണം. അങ്ങനെ ചെയ്യുന്ന ജോലിക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പിള്ളേരോട് പറയാറില്ലേ, നമ്മൾ തന്നെ പഠിക്കണം എന്നുള്ള ആഗ്രഹിച്ച് വളരെ എന്താ പറയാ ആർത്തിയോടെ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഗുഡ് ഗുഡ് റിസൾട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുക. നമ്മൾ എത്ര കണ്ട് അവരോട് ചെയ്യുന്ന പറഞ്ഞ് ചെയ്യിപ്പിച്ചാലും അത്ര വലിയ നല്ല റിസൾട്ട് ഒന്നും ആയിരിക്കില്ല. കാരണം നമ്മൾ അവരുടെ ഇഷ്ടത്തിനല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെ, കഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ടും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മളത് വളരെ നല്ല രീതിയിൽ അതിന്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇഷ്ടത്തോടുകൂടി ചെയ്യണം. അതാണ് ഗുഡ് മൊറൈൽ. എംപ്ലോയീസിന്റെ ഒരു ഗുഡ് മൊറൈൽ, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള മൊറൈല്, ഹയർ ആയിട്ടുള്ള മൊറൈല് എംപ്ലോയീസിലൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതൊക്കെ ഒരു ദീർഘകാല റിസൾട്ട് ആണ്. എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എംപ്ലോയീസിന് അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അവർക്ക് വേണ്ട കോമ്പൻസേഷൻസും റിവാർഡ്സും ഓഫർ ചെയ്യുമ്പോഴാണ് അതൊക്കെ അവർ പുറത്തേക്ക് എടുക്കുക, അല്ലെ? അല്ലാണ്ട് അങ്ങോട്ട് എന്തായാലും എന്തും ചെയ്തു കിട്ടണം, നമുക്ക് അതനുസരിച്ചുള്ള റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ഇവിടെ കിട്ടുന്നില്ല എന്ന് എംപ്ലോയീസിന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ബിസിനസ് അതിന്റെ സക്സസിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ രണ്ട് മോഡൽസ് ആണ് HR നമ്മളിപ്പോ പറഞ്ഞത്. ഒന്ന് കോംബ്രൺ മോഡലും മറ്റൊന്ന് ഹാർവാർഡ് മോഡലും. ക്ലിയർ ആയല്ലോ? ഇത് രണ്ടും എഴുതി വെച്ചില്ലേ? എഴുതാൻ പറ്റാതിരുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും. ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് കൊടുത്താൽ മതി. ഏതെങ്കിലും നമ്മളിപ്പോ ലീവ് ചെയ്യണമെന്നില്ല. ഇവിടുത്തെ ക്ലാസ് 1 മണിക്കൂറാണ്. അത് കഴിയുമ്പോൾ അപ്പൊ തന്നെ എല്ലാവരുടെയും ലീവ് ചെയ്ത് പോകണമെന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ എക്സ്ട്രാ എന്തെങ്കിലും നോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വേർഡിന്റെ മീനിങ് ഒക്കെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ അത് എനിക്ക് എഴുതാൻ പറ്റിയില്ല, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെ ഇരുന്നിട്ട് നമ്മളിപ്പോ ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പറഞ്ഞ് ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ലീവ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളൊന്ന് ചെയ്തിട്ട് പോയാലും മതി, അല്ലാതെ ഓടി പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഒന്ന് ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അവിടെ എഴുതിയവരുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ പറഞ്ഞോ തരും. മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ രണ്ട് മോഡൽ പഠിച്ചു. ആൻഡ് തേർഡ് മോഡൽ ഈസ് ദ ഗസ്റ്റ് മോഡൽ. 4 മോഡൽസ് ആണ് HR. മറ്റൊരു മോഡല് ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഗസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ആ പേര് അതിൽ വന്നത്. കോംബ്രൺ മോഡൽ എഴുതിയില്ല നമ്മൾ, അതിന് ഇതിന്റെ ആവശ്യമില്ല. അത് 4 ഫംഗ്ഷൻസിൽ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. കോംബ്രൺ മോഡല് അത് ഒരു ഏർലിയസ്റ്റ് മോഡൽ തന്നെയാണ്, പക്ഷെ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 4 ഫംഗ്ഷൻസിലാണ്. സെലക്ഷൻ, അപ്രൈസൽ, റിവാർഡ് ആൻഡ് എന്താണ് ഡെവലപ്മെന്റ്. ഈ 4 ഫംഗ്ഷൻസിൽ ബേസ് ചെയ്തിട്ടാണ് കോംബ്രൺ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ അതിന്റെ സക്സസിലേക്ക് എത്തണമെങ്കിൽ ഈ 4 ഫംഗ്ഷൻസ് ഉണ്ടാകണം എന്നാണ് HR ആ മോഡലിൽ, കോംബ്രൺ മോഡലിൽ പറയുന്നത്. രണ്ടാമത്തെ മോഡല് ഡെവലപ്പ് ചെയ്തത് മൈക്കൽ ക്ലിയറിന്റെ ലീഡർഷിപ്പിലാണ്. അത് അതിന്റെ പേര് ഹാർവാർഡ് മോഡലാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അത് ഡെവലപ്പ് ചെയ്തത്. അത് സിറ്റുവേഷണൽ 5 ഫാക്ടേഴ്സിലാണ് അല്ലെങ്കിൽ 5 കമ്പോണൻസിൽ എന്താ പറയാ ഡിപ്പെൻഡഡ് ആണ്. ഏതൊക്കെയാണ് അത്? സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, HRM പോളിസീസ്, HRM ഔട്ട്കം ആൻഡ് ലോങ് ടേം കോൺസിക്വൻസസ്. മറ്റേതിനകത്ത് നമ്മൾ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ഓൾറെഡി ആ വേർഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗസ്റ്റ് മോഡലാണ്. തേർഡ് മോഡൽ ഈസ്
Gust model, which was developed during the year 1997 by David Gust. അതുകൊണ്ടാണ് അതിന് പേര് വന്നത്. ഗസ്റ്റ് മോഡൽ പേര് വരാൻ കാരണം ഡേവിഡ് ഗസ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഏത് വർഷത്തില്? 1997 ആ ഇയറും ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഇനി ഇത് എന്താണ്, ഈ മോഡൽ എന്തിനാണ് എംഫസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഇത് ഊന്നൽ പ്രാധാന്യം നൽകിയതിന? HR മാനേജർ എന്ന് പറയുന്നത്, HR മാനേജർ ഹാസ് സ്പെസിഫിക് സ്ട്രാറ്റജീസ്, ചില പോളിസീസും സ്ട്രാറ്റജീസ് HR മാനേജർക്ക് ഉണ്ട്. എന്തിനാ? ടു ബിഗിൻ വിത്ത് certain demand and practices which has to get good results or good outcomes. അതായത് നല്ല നല്ല രീതിയിലുള്ള ഔട്ട്കംസ്, റിസൾട്ടുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ നല്ല രീതിയിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് HR മാനേജർ ഫോളോ ചെയ്യണം എന്നുള്ള ഒരു അസംഷൻ ആണ് ഏത് മോഡൽ എംഫസൈസ് ചെയ്യുന്നത്? ഗസ്റ്റ് മോഡൽ പറയുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ, അതായത് ഇതിനകത്ത് പറയുന്നത് ബിഹേവിയറൽ പെർഫോമൻസ്, ആളുകളുടെ ഓരോ എംപ്ലോയീസും അവരവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ they should be offered financial rewards. എന്ത് കൊടുക്കണം അവർക്ക്? ചില സാമ്പത്തിക റിവാർഡുകൾ, പ്രതിഫലങ്ങൾ അവർക്ക് ഓഫർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആളുകൾ കാഴ്ചവെക്കും. ആ ഒരു അസംഷൻസിലാണ്, അത്തരം ഒരു അസംഷൻ ആണ് ഏത് മോഡലിലുള്ളത്? ഗസ്റ്റ് മോഡലിലുള്ളത്. കൂടുതൽ കൂടുതൽ റിവാർഡുകളും അതുപോലെ തന്നെ ബെനഫിറ്റുകളും അതുപോലെ തന്നെ അപ്രൈസൽസും ഒക്കെ കൊടുക്കുമ്പോ എന്ത് പറ്റും? കൂടുതൽ കൂടുതൽ ഔട്ട്പുട്ട് അവരിൽ നിന്നും ബെറ്റർ റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കണം. അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ കാര്യം. മനസ്സിലായോ? അപ്പൊ ഗസ്റ്റ് മോഡല് എംഫസൈസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറയുന്നത്? ഈ ഔട്ട്കംസ്, അതായത് നല്ല നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്ത് വേണം? നമ്മള് അവരുടെ പെർഫോമൻസുകൾ ഇൻക്രീസ് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം, ഫിനാൻഷ്യൽ റിവാർഡുകളൊക്കെ ഓഫർ ചെയ്യണം എന്നാണ് പറയുന്നത്. വേറായോ? ഗസ്റ്റ് മോഡൽ എന്താണെന്ന് മനസ്സിലായോ? ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഗസ്റ്റ് മോഡലിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ബിഹേവിയറൽ പെർഫോമൻസ് റിലേറ്റഡ് ആൻഡ് ഫിനാൻഷ്യൽ റിവാർഡ്സ് ആണ്. ആ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റും ലാസ്റ്റും സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം ഗസ്റ്റ് മോഡലിന്റെ. ചെയ്തോ? ഇല്ല, ഫോർവേഡ് മോഡലിന് ഇയർ നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടില്ല. ഇവിടെ നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബുക്കിനകത്തില്ല. പക്ഷെ അതും 1984 എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തത് ആ ഒരു മോഡൽ. 1984 വേണമെങ്കിൽ അവിടെ പ്രാക്ടിക്കൽ അവിടെ എഴുതി വെച്ചോ. ഇയർ അത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഹാർവാർഡ് മോഡൽ ഇയർ തന്നെയാണ്. ഓക്കെ. അപ്പൊ അല്ലെങ്കിൽ ഒരെണ്ണം ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങി വെക്കുമ്പോ അതിന്റെ ഇതേ പിടിച്ച് ഇങ്ങനെ പുതിയ പുതിയ മോഡൽസ് ഇങ്ങനെ പൊങ്ങി വരും അല്ലെ? നമ്മുടെ കമ്പ്യൂട്ടർ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടറിലെ നമ്മൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഏറ്റവും ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടറിന്റെ ഒരു എന്താ പറയാ ഒരു മോഡൽ എന്ന് പറയുന്നത് ഈ മോഡലിലായിരുന്നോ? ഒരു കാൽക്കുലേറ്ററിന്റെ മോഡലിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയത് അല്ലെ? ഏറ്റവും ആദ്യമൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ അതിനുശേഷമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടറുകളും അതിൽ നിന്നൊക്കെ മോഡലിനെ രൂപീകരിച്ച് എന്താ പറയാ കൂടുതൽ കൂടുതൽ മോഡിഫിക്കേഷൻസ് വരുത്തി കൂടുതൽ ഫങ്ഷൻസ് ആഡ് ചെയ്ത് കൂടുതൽ ചെറുതാക്കി ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ന് മൊബൈൽ ഫോണുകള്, ഐഫോണുകള് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുന്നത്. അപ്പൊ ഒരു ഐഡിയ ആരുടേതോ ആയിരുന്നു, അത് ഡെവലപ്പ് ചെയ്താണ് ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഈ ജനറേഷൻ ഉപയോഗിക്കുന്നത്, ഈ ഒരു ഡിവൈസസിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? അങ്ങനെയാണ് എല്ലാം. പല കാര്യങ്ങളും അങ്ങനെയാണ്. പുതിയ മോഡലുകൾ പുതിയത് എന്ത് ചെയ്യുന്നു? കൂടുതൽ സിംപ്ലിഫൈ ചെയ്യുന്ന, ലഘൂകരിക്കുന്ന, ജോലി എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടുള്ള മോഡൽസുകൾ കൂടുതൽ കൊണ്ടുവരും. ഗസ്റ്റ് മോഡല് ഡേവിഡ് ഗസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ആളാണ് ഡെവലപ്പ് ചെയ്തത്. 1997 അത് കൂടുതലും എംഫസൈസ് ചെയ്യുന്നത് HR മാനേജർ ചില എന്താ പറയാ സ്പെസിഫിക് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്ത് എന്താകാം ഒരു പുതിയ നല്ല റിസൾട്ടുകൾ, ഔട്ട്കംസ് ബിസിനസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരാം. ആ ഔട്ട്കംസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് ബിഹേവിയറൽ പെർഫോമൻസും അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ റിവാർഡും. ഇത് രണ്ടും കൊടുത്തിട്ട് ആളുകളെ കൂടുതൽ നല്ല റിസൾട്ട് ഓർഗനൈസേഷനിൽ ഉണ്ടാക്കുക എന്നാണ് ഗസ്റ്റ് മോഡൽ പറയുന്നത്. ആ ഗസ്റ്റ് മോഡലിന്റെ ഫസ്റ്റ് സെന്റൻസും ദീസ് ഔട്ട്കംസ്, ആ ഔട്ട്കംസ് എന്ന് പറയുന്നത് ബിഹേവിയറൽ പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ റിവാർഡ് എന്നിവ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. കഴിഞ്ഞോ? അണ്ടർലൈൻ ചെയ്തോ?
ആൻഡ് ഫോർത്ത് മോഡൽ, നാലാമത്തെ മോഡലാണ് വാർവിക് മോഡലാണ്. ഇതും കുറെ എന്താ പറയാ HRM-ന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ്. HRM-ലേക്കുള്ള മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് വാർവിക് മോഡൽ എന്ന് പറയുന്നത്. കുറച്ച് റിസർച്ചേഴ്സ് ഗവേഷകരൊക്കെ കൂടി കണ്ടുപിടിച്ചതാണ്. അതിൽ പെടുന്ന ആൾക്കാർ ഇവിടെ ക്രിസ് ഹെൻറി, ആൻഡ്രൂ ആൻഡ് പെറ്റിഗ്രൂ എന്ന് പറയുന്ന രണ്ട് റിസർച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റു ആളുകളും ഉണ്ടായിരിക്കാം. അതിലെ പ്രധാനമായിട്ടുള്ള രണ്ടാളുകളുടെ പേരുകൾ പറഞ്ഞിട്ട് ക്രിസ് ഹെൻറിയും അതുപോലെ ആൻഡ്രൂ ആൻഡ് പെറ്റിഗ്രൂ, അവർ രണ്ടുപേരും ആ ഒരു റിസർച്ചേഴ്സിന്റെ കൂട്ടത്തിലുണ്ട്. യൂണിവേഴ്സിറ്റി, അതും ഇതുപോലെ തന്നെ വാർവിക് യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു മോഡൽ എന്താ പറയുക ഫ്രെയിം ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഡ്യൂറിംഗ് ദ ഇയർ 1990, 1990-കളിലാണ്. അതുകൊണ്ട് തന്നെ വാർവിക് യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ടാണ് അതിന്റെ പേര് വന്ന വാർവിക് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മോഡൽ, അതായത് ഈ വാർവിക്കിന്റെ മോഡൽ എവിടെ നിന്ന് ബേസ് ചെയ്തു വന്നതാണെന്ന് അറിയാമോ? നമ്മുടെ അതിന് മുമ്പ് ഹാർവാർഡ് മോഡൽ 1984 അദ്ദേഹം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കിയ മോഡൽ ഉണ്ടല്ലോ, അതിന്റെ ഒരു ഇത് പിടിച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രെയിം വർക്ക് പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു വാർവിക് മോഡൽ എന്ന് പറയുന്ന കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഈ 4 മോഡലുകൾ ബേസ് ചെയ്താണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇരിക്കുന്നത്. വാർവിക് മോഡല് റിസർച്ചേഴ്സിന്റെ സഹായത്തോടെയാണ്. റിസർച്ചേഴ്സിന്റെ പേര് പറയുന്നതിന് ക്രിസ് ഹെൻറിയും ആൻഡ്രൂ ആൻഡ് പെറ്റിഗ്രൂ in the University of Warwick during the year 1990s ആണ്. പ്രസിഡൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. അത് നമ്മളുടെ ഹാർവാർഡ് മോഡലിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. HRM എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്, ഇത് വാർവിക് മോഡലാണ് നമ്മുടെ ഈ HRM-ന്റെ ഏറ്റവും നല്ല രീതിയിൽ അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു HRM-ലേക്കുള്ള ഒരു അപ്രോച്ച്, ഒരു സമീപന മോഡൽ എന്ന് പറയുന്നത് അതാണ്. ഏത് വാർവിക് മോഡലാണ്. HRM-ന്റെ ഇന്നത്തെ രീതിയിലേക്കുള്ള ഒരു അപ്രോച്ചിന് കാരണമായിട്ടുള്ള ഒരു മോഡലാണ് വാർവിക് മോഡൽ. അത് ഹാർവാർഡ് മോഡലിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് എടുത്തതാണെന്നാണ് പറയുന്നത്. 4 മോഡൽസ് ആണ് HRM-നുള്ളത്. ഓക്കെ, ഓരോന്നിനും അതിൻ്റെതായ ലിപികളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ ഡെവലപ്മെന്റുകളുണ്ട്. ഒന്നിൽ നിന്നും ആരെങ്കിലും ഒരെണ്ണം തുടക്കം കുറിക്കുമ്പോൾ അതിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലെ. ഓക്കെ, യെസ്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആ സെന്റൻസുകൾ രണ്ടും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഡെവലപ്പ് ചെയ്ത റിസർച്ചേഴ്സിന്റെ പേരുണ്ട്, ഏത് മോഡലിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു അനലിറ്റിക്കൽ അപ്രോച്ച് ആണ് ഇന്നത്തെ HRM-ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയവരുണ്ടോ ഇവിടെ? കുറച്ച് കാര്യം, ഇത്രയും കാര്യം മാത്രമേ ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഇനിയുള്ളതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് എന്താ പറയാ നമ്മളുടെ എന്താ പറയാ ബിസിനസ് ഓർഗനൈസേഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രിന്റ് ആണുള്ളത്. ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം എന്താ പറഞ്ഞിട്ടില്ലേ? ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മളിന്ന് ഇവിടെ ഇത്രയും വെച്ച് നിർത്താണ്. ഒബ്ജക്റ്റീവ്സ് തുടങ്ങി അടുത്ത ക്ലാസ്സിലായിരിക്കും എടുക്കാം. അപ്പൊ ഇതുവരെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരിക കേട്ടോ. ആ 4 മോഡലുകള്, അതുപോലെ തന്നെ അതിന്റെ പേഴ്സണൽ ആസ്പെക്ട് ഉള്ളതൊക്കെ പറഞ്ഞ് പഠിക്കുക. ബുക്ക് PDF തന്നത് ബുക്കായിട്ട് പ്രിന്റ് എടുത്തു അല്ലെ? നിങ്ങൾക്ക് പ്രിന്റ് എടുത്തിട്ട് ബുക്കാക്കി വേണമെങ്കിൽ വാങ്ങാം. ബുക്ക് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ ചിലപ്പോൾ സെൻഡ് ചെയ്ത് തരുമായിരിക്കും. അങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നത്. അന്വേഷിച്ച് നോക്കാം കേട്ടോ. അത് ചോദിച്ചു നോക്കുക. ചില ആളുകൾ ഇതുപോലെ PDF കൊടുക്കുമ്പോൾ അവർ അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുന്നവരുണ്ടെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ആരും പറഞ്ഞിപ്പോ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. നിങ്ങൾക്ക് സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, ഒരു 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. കാരണം ഇത് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും. നമ്മൾക്ക് ഇങ്ങനെ എല്ലാം ഇങ്ങനെ തലയിൽ കയറ്റി ഇങ്ങനെ അങ്ങനെ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന പോലത്തെ ഒന്നുമല്ല. സയന്റിഫിക് ആയിട്ടുള്ള ടേംസോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്നും പോലത്തെ അല്ല. ഇത് നമുക്ക് തിയററ്റിക്കലായിട്ട് ഓർത്ത് വെക്കേണ്ട ചില എന്താ പറയാ അങ്ങനത്തെ കാര്യങ്ങൾ. മതി അങ്ങനെ മതി. നമ്മള് പിന്നെ അതുപോലെ ടീച്ചേഴ്സ് എന്തെങ്കിലും വേർഡോ അല്ലെങ്കിൽ ചില വേർഡ്സ് ഒക്കെ ചിലപ്പോൾ അതൊന്നും മനസ്സിലാവാനില്ല എന്ന് തോന്നുമ്പോ ഇപ്പൊ നമുക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അറിയാം അവർക്ക് അങ്ങനെ ക്ലിക്ക് ആകുമോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നീട് എടുത്ത് വെച്ച് വായിച്ചാല് അത് മനസ്സിലായി അപ്പൊ നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ എഴുതി വെക്കുന്ന ചില കുഞ്ഞു ടോപ്പിക്കൊക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. അത് നോട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന്റെ പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാം. ഫോണിൽ തന്നെ എടുത്ത് വെച്ചിട്ട് നമ്മൾ വായിച്ചാൽ അത് നമുക്ക് കുറച്ച് ദോഷമാണ്. അതിന് ഭേദം അതിന്റെ പ്രിന്റെങ്കിലും എടുത്ത് വെച്ചിട്ട് നിങ്ങൾ വായിക്കാനൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് വേണ്ടവര് അങ്ങനെയും ചോദിച്ചാൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ,
അപ്പൊ ഇനി ആർക്കെങ്കിലും ആ ഇന്ന് എഴുതിയ നോട്ടിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തേക്കണേ, ബാക്കിയുള്ളവരാരെങ്കിലും. ഹലോ, ഓക്കെ, സി യു നെക്സ്റ്റ് ഡേ, ബൈ. താങ്ക് യു.